അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോറ ടോക്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ദുആ അള്ളാഹു കേൾക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലെ ഈ പ്രയാസങ്ങൾ അവസാനിക്കുമോ? അള്ളാഹു എനിക്ക് നല്ലൊരു മാറ്റം ഒരുക്കിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ പല വിശ്വാസികളുടെയും മനസ്സിൽ ഒരിക്കലെങ്കിലും ഉയർന്നിട്ടുണ്ടാകും അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വരെ ആ ഒരു മനസ്സിലുള്ള സങ്കടങ്ങൾ കൊണ്ടോ അള്ളാഹുവിനോടുള്ള വിശ്വാസം കൊണ്ടോ ഒക്കെ ആയിരിക്കും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും പദ്ധതികളും പൂർണ്ണമായി അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. എന്നാൽ ഖുർആനും ഹദീസും നമ്മെ പ്രത്യാശയിലേക്കും നന്മയിലേക്കും നയിക്കുന്ന നിരവധി സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള 5 ആത്മീയ ചിന്തകളെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തെ സൂചന. എന്താണ് ഒന്നാമത്തെ സൂചന? ഇബാദത്തിലേക്ക് മനസ്സ് കൂടുതൽ അടുക്കുന്നത്. മുമ്പ് നമസ്കാരം ഭാരമായി തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ അതിലേക്ക് മനസ്സ് സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നുണ്ടോ? ഖുർആൻ വായിക്കാനും ദുആ ചെയ്യാനും ഇസ്ലാമിക അറിവ് നേടാനും ആഗ്രഹം വർദ്ധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി കാണാവുന്ന ഒരു നല്ല മാറ്റമാണ്. കാരണം അള്ളാഹു ഒരാളെ നന്മയിലേക്ക് നയിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തെയും നന്മയിലേക്ക് നയിക്കുന്നു, അതിലേക്ക് തിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ സൂചന ഇതാ, ഇബാദത്തിലേക്ക് മനസ്സ് കൂടുതൽ അടുക്കുമ്പോൾ അത് അള്ളാഹുവിനോടുള്ള വിശ്വാസക്കൂടുതൽ കൊണ്ടാണ്. അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. രണ്ടാമത്തെ സൂചന, പാപം ചെയ്താൽ മനസ്സ് വേദനിക്കുന്നത്. എല്ലാ മനുഷ്യരും തെറ്റുകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു വിശ്വാസിയുടെ പ്രത്യേകത എന്താണ്? അവൻ തെറ്റ് തിരിച്ചറിയുന്നു, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു, വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. തൗബ ചെയ്യാനുള്ള മനസ്സ് ലഭിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ രണ്ടാമത്തെ സൂചന, പാപം ചെയ്താൽ വേദനിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടോ? എന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. തീർച്ചയായും നിങ്ങൾക്ക് നന്മകൾ വന്നുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ സൂചന, പരീക്ഷണങ്ങളിലും അള്ളാഹുവിനുള്ള വിശ്വാസം നിലനിൽക്കുന്നത്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും, സാമ്പത്തിക പ്രശ്നങ്ങൾ വരും, ആരോഗ്യ പ്രശ്നങ്ങളും വരും, പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാകാം. എന്നാൽ എല്ലാ പ്രയാസങ്ങൾക്കിടയിലും അള്ളാഹു എന്നെ കൈവിടില്ല, ഇതിനും ഒരു നന്മയുണ്ടാകും എന്നൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും പ്രയാസത്തോടൊപ്പം ആശ്വാസവുമുണ്ട്. ഈ വാഗ്ദാനം ഓരോ വിശ്വാസിക്കും പ്രത്യാശ നൽകുന്നതാണ്. നാലാമത്തെ സൂചന, നല്ല ആളുകളെ അള്ളാഹു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ചില ആളുകളെ കാണുന്നത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. നമസ്കാരത്തിലേക്ക് വിളിക്കുന്ന സുഹൃത്തുണ്ടാകും, ഖുർആൻ പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാളുണ്ടാകും, നല്ല ഉപദേശം നൽകുന്ന ഒരാൾ. ഇത്തരം ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം നല്ല കൂട്ടുകാർ നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്താൻ സഹായിക്കും. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ലൊരു സൂചനയാണ്. അഞ്ചാമത്തെ സൂചന, ദുആ ചെയ്യാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ആഗ്രഹിക്കും, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും, മറ്റാരോടും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയും. ഇത് വളരെ മനോഹരമായ ഒരു ബന്ധമാണ്. ദുആക്ക് 3 വിധത്തിൽ
മറുപടി ലഭിക്കുമെന്ന് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുന്നു. ചില ദുആകൾ ഉടൻ സ്വീകരിക്കപ്പെടും, ചിലത് പിന്നീട് ഏറ്റവും ഉചിതമായ സമയത്ത് ലഭിക്കും. ചിലതിന് പകരം അതിലും മികച്ച പ്രതിഫലം അല്ലെങ്കിൽ ഒരു ദോഷത്തിൽ നിന്ന് സംരക്ഷണം അള്ളാഹു നൽകും. അതുകൊണ്ട് ദുആ ഒരിക്കലും പാഴാകുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരണമെങ്കിൽ നമുക്കും അള്ളാഹുവിലേക്ക് ഒരു ചുവട് വെക്കണം. അള്ളാഹുവിനെ ഓർക്കുക, 5 നേരം നമസ്കാരം കാത്തു സൂക്ഷിക്കുക, ഖുർആൻ ഓതുക, ദുആ ചെയ്യുക, തൗബ ചെയ്യുക, നല്ല സ്വഭാവം വളർത്തുക. അള്ളാഹു നമ്മെ എല്ലാവരെയും നേർവഴിയിൽ ഉറപ്പിക്കുകയും നമ്മുടെ ദുആകൾ സ്വീകരിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കണം. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി സോറ ടോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുവരെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.